കൊടുക്കുന്നല്ല, രണ്ടാണെങ്കിലും ഒരുപോലെ തന്നെ കൊടുക്കും. ലവ് മാരേജ് ആണെങ്കിൽ ആദ്യം തന്നെ കൊടുക്കും, അറേഞ്ച് മാരേജ് ആണെങ്കിൽ ഒരു കൊല്ലം 1.5 കൊല്ലം കഴിയുമ്പോഴേ പിന്നെ കൊടുക്കും. അപ്പൊ ഗൈസ്, അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേറൊന്നുമില്ല, എല്ലാരും അല്ല പന്റെ പോലെ മറ്റേ പറയാ നിങ്ങളെ Q&A ചെയ്യാണ് അങ്ങനെ പറയേണ്ട ആവശ്യം അത്. അപ്പൊ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും അതൊക്കെ ഗൈസ്. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ Q&A ആണ്. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ പറയാ. ക്വസ്റ്റ്യൻ നിങ്ങള് കുറച്ചെണ്ണം ചോദിച്ചു, ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പറയല്ല, ക്വസ്റ്റ്യൻ പോലും ചോദിക്കും, നമ്മൾ ആൻസർ പറയും. അപ്പോൾ ചോദിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. ഒന്നുമില്ല, നിങ്ങൾ വിവാഹിതരാണോ? ആണോ? അതെ, ഞങ്ങൾ വിവാഹിതരാണോ ഗൈസ്? എത്ര വർഷമായിട്ടായിരുന്നു? 2019 മുതൽ ഞങ്ങൾ വിവാഹിതരാണ്. കൊറോണ സമയത്താണ് നിക്കാഹിന് അത്യാവശ്യം ആൾക്കാരൊക്കെ വിളിക്കാൻ പറ്റി. അതൊക്കെ പോട്ടെ, 20-നായിരുന്നു ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോല്. അതൊരു ചെറിയ പരിപാടിയായിരുന്നു. വലിയ പരിപാടിയൊക്കെ നടത്തണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായി, പിന്നെ അപ്പൊ പൈസ ഉണ്ടായില്ല. പോട്ടെ. അപ്പൊ കല്യാണം കഴിഞ്ഞു ഒന്നുകൂടി കല്യാണം റീക്രിയേറ്റ് ചെയ്യാൻ. അല്ല, ഇനി അതല്ലാതെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ? അപ്പൊ അങ്ങനെ ചോദിച്ചാ എങ്ങനെ എന്ത് മാരേജാ? അറേഞ്ച്ഡ് ആണ്. ലവ് കം അറേഞ്ച്ഡ് എന്ന് പറയേണ്ടി വരും. നമ്മള് കണ്ടുമുട്ടി അതിന്റെ ശേഷം മനസ്സിലാക്കി എന്നിട്ട് കല്യാണം കഴിച്ചു അല്ലേ? അതെ അതെ, ഓക്കെ. ഇനി അറിയേണ്ടത് എന്താ വെച്ചാൽ എന്റെ സീനിയർ ആണോ ജൂനിയർ ആണോ? ഇത് ജൂനിയർ അല്ല, ഇത് എന്റെ ജൂനിയർ ആയിരുന്നു, ഞാൻ സീനിയർ ആയിരുന്നു. ഞാന് 4 വർഷം അല്ലേ, 4 വർഷം മുകളിലായിരുന്നു. 4 വർഷം. പിന്നെ ഞാൻ +2 പഠിക്കുമ്പോൾ അല്ല, ഈ ഫസ്റ്റ് ഇയർ. ഈ ഫസ്റ്റ് ഇയർ ആവുമ്പോ ഞാൻ 4th ഇയർ അല്ലെ, അങ്ങനെയായിരുന്നു. പിന്നെ അപ്പൊ പ്രേമ കല്യാണം എന്നല്ല, നമ്മൾ അറിയുന്ന ആളായിരുന്നു. അത് വീട്ടിൽ പോയി ചോദിച്ചിട്ട് അങ്ങനെ കല്യാണം കഴിച്ചു. അപ്പൊ നമ്മള് ലവ് മാരേജിനെ കുറിച്ചാണ് പറഞ്ഞു തന്നെ. ലവ് മാരേജിനെ കുറിച്ച് എന്താണ് അഭിപ്രായം, അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്നൊക്കെ ചോദിച്ചിരുന്നു. എന്റെ അഭിപ്രായം എന്താ? ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ? ഞാൻ എന്റെ അഭിപ്രായം പറയാം. രണ്ടാണെങ്കിലും നിങ്ങള് കൊടുക്കുന്നല്ല, രണ്ടാണെങ്കിലും ഒരുപോലെ തന്നെ കൊടുക്കും. ലവ് മാരേജ് ആണെങ്കിൽ ആദ്യം തന്നെ കൊടുക്കും, അറേഞ്ച് മാരേജ് ആണെങ്കിൽ ഒരു കൊല്ലം 1.5 കൊല്ലം കഴിയുമ്പോഴേ പിന്നെ കൊടുക്കും. അങ്ങനെ കൊടുങ്ങാന്നില്ല, മനസ്സിലാക്കാന്നുള്ളതാണ്. പക്ഷെ മനസ്സിലാക്കാൻ കുറച്ച് പണിക്കാരെന്നുള്ളതാണ് അല്ലെ? അപ്പൊ ഞാൻ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. അതായത് അറേഞ്ച്ഡ് ആണോ അങ്ങനൊന്നല്ല, എന്താണ് നിങ്ങൾ തെരഞ്ഞെടുക്കാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഭാഗമാണ് രക്ഷിതാക്കളും കൂടി മനസ്സിലാക്കുക. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയട്ടെ, അത് പറയട്ടെ. അതായത് രക്ഷിതാക്കളെയും കൂടി കൺസിഡർ ചെയ്യണം എന്ന് പറയാം. അവരെ പറഞ്ഞ് മനസ്സിലാക്കാന്നുള്ളതാണ്. അതായത് നമ്മള് പറഞ്ഞാൽ എന്തായാലും അവർക്ക് മനസ്സിലാവും, അത്രേ ഉള്ളൂ. അവര് നമ്മളെ ഭാഗമാക്കാവല്ല, നമ്മളാണ് തീരുമാനിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ഇതാവാന്നല്ല. ഇപ്പോഴത്തെ ജനറേഷനിലുള്ള രക്ഷിതാക്കൾക്ക് പറഞ്ഞ് മനസ്സിലാവും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇത്രയും ഉദ്ദേശിച്ചോളൂ. പോട്ടെ, അത് കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്ത ചോദ്യം എന്താ ചോദിച്ചാണ്? ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന വീട് ഇത് നിങ്ങളെ വീടാണോ? അല്ല, അത് ഞങ്ങളുടെ വീടല്ല. ആരുടെ വീടാ പറയും? ഇത് മാനുവാക്കാന്റെ വീടാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്? ഇത് മേടിച്ചാണോ? അല്ല, ഇത് റെന്റിനാണോ? കാലോണ്ട് നിൽക്കുന്നത്. അപ്പൊ ഞങ്ങള് റെന്റിനാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ വീട്ടിലേക്ക് വന്നതെന്നുള്ള നേരം നമ്മള് അതിന്റെ അടുത്ത വീഡിയോയിലൊക്കെ നമ്മൾ പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചോദിച്ചത് അല്ലേ, Q&A. പിന്നെ ഞങ്ങള് എന്താണ് ജോലി എന്നുള്ളത്. യെസ്, എന്താണ് ജോലി? താങ്കൾക്ക് എന്താണ് ജോലി? ഞാൻ എന്താ ജോലി വെച്ചാല് ടോയ്ലറ്റിനാണ്. അപ്പൊ ഞാൻ വ്ളോഗുമായിട്ട് എവിടെയെങ്കിലും പറഞ്ഞ വ്ളോഗറാണെന്ന് പറയും. ഇപ്പൊ ടീച്ചിങ്ങും ഉണ്ട്, അതിന്റെ കൂടെ വ്ളോഗിങ് ഉണ്ട്. ഇദ്ദേഹം ടീച്ചിങ് ഉണ്ട്, അതിന്റെ കൂടെ വ്ളോഗിങ് ഇല്ല. ഒന്നുമില്ല, ടീച്ചിങ് ഉണ്ട്, വ്ളോഗിങ് ഉണ്ട്. ഇടക്കും നിലക്കും ഭയങ്കര മടിയാണ്. എല്ലാം വേണം, പക്ഷെ എന്നാലോ നമുക്ക് വ്ളോഗിങ്ങിന് താല്പര്യം ഇല്ലതാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഇനിയിപ്പോ ഒന്നുമില്ല, Q&A ഇത്രയും ചോദ്യങ്ങളാണ് ആരും ചോദിക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളാണ് എന്ത് ചെയ്ത് ചോദ്യം ഉണ്ടാക്കിയതും ഉത്തരം ഉണ്ടാക്കിയതും അല്ലെ? അപ്പൊ നിങ്ങൾ ഇനിയെങ്കിലും ചോദിക്കണം, അടുത്ത വീഡിയോ എന്ത് തരം വീഡിയോ വരണം എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. അതിനനുസരിച്ച് നമ്മൾ ഓരോ ദിവസം ഇനി വീഡിയോ ഇടുന്നതാണ്. നിങ്ങളോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ കമന്റ് ചെയ്തോട്ടെ. ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളി. അതിന് ഉത്തരം നമ്മൾ എന്തായാലും അടുത്ത വീഡിയോ ഇല്ലെങ്കിൽ ഇനി വരുന്ന വീഡിയോസിൽ തരും. പിന്നെ ഇത് ആരാണ് നിങ്ങൾക്ക് എടുത്തു തരുന്നത് ചോദിക്കണ്ടേ? എല്ലാരും ചോദിക്കുന്നില്ല, ഇതൊക്കെ നമ്മൾ ചോദിക്കണ്ടെന്ന് പറയാം. ആരാണ്? ശംശു. ശംശു.
ശംസുമാണ് ഇതൊക്കെ എടുക്കുന്നത്. ആള് എന്താണ് ശരിക്കും ജോലി? ആളൊരു ഡയറക്ടറാണ്, പിന്നെ ഡയറക്ടറാണ്, എഡിറ്ററാണ് അല്ലെ? ഡയറക്ടർ കം എഡിറ്റർ കം പിന്നെന്താ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും അങ്ങനെ കുറെ കഴിവ് ഉള്ള. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ശംസു അടക്കട്ടോ എല്ലാരെയും കൂടിയും ക്വസ്റ്റ്യൻ ആണ്, എന്താണ് കുട്ടികൾ ഉണ്ടാവാത്തത് നിങ്ങൾക്ക്? അല്ലേ അല്ല എന്താണ് കുട്ടികളുണ്ടല്ല, നിങ്ങൾക്ക് കുട്ടികളില്ലേന്ന് അല്ലെ? അങ്ങനെ സോറി. എത്ര കുട്ടികളാണ്? 3-4 കുട്ടികളുണ്ടോ? കാരണം നിങ്ങളെ കൂടെ ഉള്ളവർക്ക് 5 വയസ്സ് 6 വയസ്സായ കുട്ടികളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ. പക്ഷേ ഓർക്കൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഒരു കാര്യം. അപ്പോ നമ്മളെല്ലായിടത്തും ഒഴിഞ്ഞു മാറലാണ് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യന്. എനിക്ക് എന്തായാലും ഉത്തരം പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഈ വീഡിയോ എടുക്കുന്ന എല്ലാവർക്കും ഉത്തരം കിട്ടട്ടെ. ഉത്തരം കിട്ടട്ടെ അല്ലെ? ഒന്നുമില്ല, അതുകൊണ്ടല്ല, നമ്മളൊന്നും കൂടി പ്രായമായിട്ടില്ല കുട്ടികളുണ്ടാവാൻ. പ്രായം നമ്മള് കൊച്ചു പിള്ളേരാണ്. അപ്പൊ കൊച്ചു പിള്ളേരിൽ നിന്ന് വലുതായിട്ട് വേണം നമുക്ക് കൊച്ചു പിള്ളേരുകൾ ഉണ്ടാവാൻ. ചോദ്യത്തിന് കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളതിന് തീരുമാനിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കും അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. ഇങ്ങനെയാണ്. അപ്പോൾ എന്താ, ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി എന്ത് തരം ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വേണ്ടത് അറിയേണ്ടത് അത് താഴെ കമൻറ്റ് ചെയ്തോളി, അതിന് ഉത്തരങ്ങൾ തന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.